ഹോളി ദിനത്തിൽ മുസ്ലിങ്ങൾ വീടിന് പുറത്തിറങ്ങി പോകരുതെന്ന ബീഹാറിലെ BJP MLA ഹരിഭൂഷൺ ഠാക്കൂർ ബച്ചോലിന്റെ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവ് ഇപ്പോൾ രംഗത്ത് വരികയാണ്. ഈ സംസ്ഥാനം MLAയുടെ അച്ഛന്റെ സ്വന്തമാണോ എന്ന് ചോദിച്ച തേജസ്വി യാദവ് MLAയെ ശാസിക്കാനും മാപ്പ് പറയിക്കാനും മുഖ്യമന്ത്രി നിതീഷ് കുമാറിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. മുസ്ലിങ്ങളോട് പുറത്തിറങ്ങരുതെന്ന് BJP MLA പറഞ്ഞിരിക്കുന്നത് ഇത് അയാളുടെ അച്ഛന്റെ സംസ്ഥാനമാണോ? ആരാണ് അയാൾ? എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കാൻ സാധിച്ചത്? RJD നേതാവായ തേജസ്വി യാദവ് പറയുകയും ചെയ്തു. മുഖ്യമന്ത്രിക്ക് അബോധാവസ്ഥയിലാണ് ഇപ്പോൾ. ദളിത് വനിതകൾ അവരുടെ അവകാശത്തെയും അഭിമാനത്തെയും കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം അവരെ ശകാരിക്കും. അദ്ദേഹത്തിനും ഈ MLAയെ ശകാരിക്കാൻ ധൈര്യമുണ്ടോ? JDUവിന് ഇപ്പോൾ BJPയുടെ സംഘപരിവാറിന്റെ നിറമാണ്. മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ കസേരയല്ലാതെ മറ്റൊന്നിനും ശ്രദ്ധയില്ലെന്നും തേജസ്വി യാദവ് ആരോപിക്കുകയും ചെയ്തു. എന്നാൽ മതവിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് താൻ അങ്ങനെ പറഞ്ഞതെന്നാണ് മധുബനി ജില്ലയിലെ ബിസ്ഫിയിൽ നിന്നുള്ള MLA ആയ ഹരിഭൂഷൺ ഠാക്കൂർ ബാച്ചോലിന്റെ വിശദീകരണം. ഇത്തവണ ഹോളി മാർച്ച് 14 വെള്ളിയാഴ്ചയാണ്. മുസ്ലിങ്ങൾ പ്രാർത്ഥന നടത്തുന്നത് വെള്ളിയാഴ്ചയാണ്. വർഷത്തിൽ ഒരിക്കലാണ് ഹോളി വരുന്നത്. നിറങ്ങളുടെ ഉത്സവമാണിത്. ആരെങ്കിലും നിറങ്ങൾ വാരിപ്പൂശിയാൽ മുസ്ലിം സുഹൃത്തുക്കൾ നിരാശരായേക്കാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. വിശാല ഹൃദയരാണെങ്കിൽ നിങ്ങൾക്ക് പുറത്തു വരാം, അല്ലെങ്കിൽ ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കാം. വർഷം 52 തവണ വെള്ളിയാഴ്ചയുണ്ട്. അവർ ഹിന്ദു മുസ്ലിം സാഹോദര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നവരാണ്. ഒരു വെള്ളിയാഴ്ച ഹിന്ദുക്കൾക്ക് വേണ്ടി വിട്ടുകൊടുത്തൂടെ? ഹരിഭൂഷൺ പറയുന്നു. തന്റെ വാക്കുകൾക്കെതിരെയുള്ള പ്രതിപക്ഷ പാർട്ടിയുടെ RDGയുടെ വിമർശനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് പ്രതിപക്ഷം സംഘർഷമാണ് ആഗ്രഹിക്കുന്നതെന്നും അതാണ് അവരുടെ വോട്ട് ബാങ്കെന്നും വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഞങ്ങൾക്കില്ലെന്നും ഹരിഭൂഷൺ പറയുന്നു. അതേസമയം MLAക്ക് ബീഹാറിനെ അറിയില്ലെന്നും 5 ഹിന്ദുക്കൾ ചേർന്ന് ഒരു മുസ്ലിമിന് സംരക്ഷണം നൽകുന്ന നാടാണിതെന്നും തേജസ്വി യാദവ് വ്യക്തമാക്കി. ഈ MLAക്ക് എന്തറിയാം? ഇത് ബീഹാറാണ്. ഇവിടെ 5 ഹിന്ദുക്കൾ ചേർന്ന് ഓരോ മുസ്ലിമിനും സംരക്ഷണം നൽകും. നിങ്ങൾ കലാപങ്ങൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത് അധികാരമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങളുടെ പാർട്ടി ഇവിടെ ഉള്ളിടത്തോളം ഞങ്ങൾ അവരുടെ അജണ്ട വിജയിക്കാൻ അനുവദിക്കില്ല. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, ധൈര്യമുണ്ടെങ്കിൽ ഈ MLAയോട് നിയമസഭയിൽ മാപ്പ് പറയാൻ ആവശ്യപ്പെടൂ. പക്ഷേ മുഖ്യമന്ത്രി അത് ചെയ്യില്ല എന്ന് ഞങ്ങൾക്കറിയാം, അദ്ദേഹം വ്യക്തമാക്കി.